ഞാൻ നിൽക്കുന്നത് കഴക്കൂട്ടം ഗ്രീൻഫീൽഡിന്റെ ബാക്ക് ഗേറ്റിൽ നിന്നും വെറും 50 മീറ്റർ മാറിയിട്ടാണ്. ഇവിടെ നിന്ന് 50 മീറ്റർ മാറി നല്ലൊരു വീട് സെയിലായിട്ട് വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. ഞാൻ പ്രൊഫസർ ഞറമൂട്, ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഒരു വീടെന്ന് പറയുന്നത് കാര്യവട്ടം ഗ്രീൻഫീൽഡിന്റെ ബാക്ക് ഗേറ്റിൽ നിന്നും വെറും 50 മീറ്റർ മാറിയിട്ടുള്ളതാണ്. ഈ ഒരു വീടാണ് നമുക്ക് വരുന്നത്. 4 സെന്റിൽ 2600 സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ഈ ഒരു വീടിന്റെ നിർമ്മിതി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വടക്ക് ദർശനത്തോടു കൂടി മുഴുവൻ വാസ്തുപ്രകാരം മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് കൂടിയാണ് നമുക്ക് ഈ ഒരു വീട്. അതായത് നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഏരിയ കാര്യങ്ങളൊക്കെ എല്ലാം ലഭിക്കുന്ന 2600 സ്ക്വയർ ഫീറ്റ് അടങ്ങിയിട്ടുള്ള ഒരു വീടാണ് നമുക്കിവിടെ വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഗ്രീൻഫീൽഡ് വെറും 50 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ടെക്നോ പാർക്ക് ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ, അതുപോലെ തന്നെ ഇൻഫോസിസ് 2 കിലോമീറ്റർ, അതുപോലെ തന്നെ നമുക്ക് UST ഗ്ലോബൽ 2 കിലോമീറ്റർ, അതുപോലെ തന്നെ നമുക്ക് കഴക്കൂട്ടം ബൈപ്പാസ് 1 കിലോമീറ്റർ ഒക്കെ വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ട്രിവാൻഡ്രം സിറ്റിയിലേക്കായാലും ഒരു 8 കിലോമീറ്ററിനകത്ത് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ 4 സെന്റിൽ 2600 സ്ക്വയർ ഫീറ്റിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ടോട്ടലായിട്ട് 5 ബെഡ്റൂം വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും അണ്ടർഗ്രൗണ്ടിലായിട്ട് ഒരു ബെഡ്റൂം, അതിന്റെ മുകൾ ഭാഗത്തായിട്ട് 2 ബെഡ്റൂം, അതുപോലെ തന്നെ മൂന്നാമത്തെ നിലയിലായിട്ട് 2 ബെഡ്റൂം, അങ്ങനെ ടോട്ടലി 5 ബെഡ്റൂമാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു സിറ്റ് ഔട്ട്, അതുപോലെ തന്നെ ഒരു ഹാള്, ഒരു കിച്ചൺ കൂടി നമുക്കിവിടെ വരുന്നു. കൂടാതെ തന്നെ ഇവിടെ എല്ലാം വരുന്നത് നമുക്ക് ഡോറെല്ലാം ചെയ്തിരിക്കുന്നത് തേക്കിന്റെ വുഡിലാണ്. അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്ലൈഡിങ് ഗേറ്റാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഒരു വലിയ വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ വണ്ടിക്ക് കൂടി പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതായത് നമുക്ക് 2 വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വാട്ടർ ആക്സസിബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കോർപ്പറേഷന്റെ പൈപ്പ് കണക്ഷൻ വരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരു കിണറിന്റെ സൗകര്യവും നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീടിന്റെ പണിയെന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേജിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പണി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു വീട് കിട്ടണമെന്നില്ല. അത്രയ്ക്കും ഒത്തിരി ആൾക്കാർ നമുക്ക് ഈ ഒരു ഇതുപോലത്തെ ഒരു വീട്, മെയിൻ റോഡിന്റെ അടുത്തായിട്ടുള്ള വീട് അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. നമുക്ക് ഈ ഒരു വീടിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് റോഡ്, ഗ്രീൻഫീൽഡിന്റെ അവിടെ നിന്നുള്ള സബ് റോഡ് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം വീതിയുള്ള റോഡ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് എല്ലാം വരുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു വീട്ടിൽ ഫുള്ളും തേക്കിന്റെ വുഡിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. നമുക്ക് 5 ബെഡ്റൂം ടോട്ടലായിട്ട് വരുന്നുണ്ട്. 3 സ്റ്റോർ ആയിട്ടാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. നമുക്ക് താഴത്തെ അണ്ടർഗ്രൗണ്ടിൽ ഒരു റൂം, അതുപോലെ തന്നെ ഈ ഒരു മുകൾ ഭാഗത്ത് 2 റൂം, ടോപ്പിൽ 2 റൂം, അങ്ങനെ ടോട്ടലായിട്ട് 5 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. നമുക്ക് ഈ ഒരു വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഒതുങ്ങിയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയയാണ് വരുന്നത്. ഇവിടെയെല്ലാം നമുക്ക് തേക്കിന്റെ വുഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ഡോറ് വരുന്നത് തേക്കിന്റെ വുഡിലാണ്. നല്ലൊരു ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു ഡോറാണ് നമുക്കിവിടെ വരുന്നത്. നമുക്ക് വീടിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസ്, നല്ലൊരു ഹാള് തന്നെ നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. നമുക്ക് ടോട്ടലി 2 റൂമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ബെഡ്റൂമാണ്.
ഇവിടെയായിട്ടാണ് നമ്മുടെ ഹാളിന്റെ സ്ഥാനം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എല്ലാം തേക്കിന്റെ വുഡിലാണ് ഫുള്ളും വരുന്നത് കേട്ടോ. ഇവിടെയായിട്ട് നമുക്കൊരു TV യൂണിറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മുകൾ ഭാഗത്തൊക്കെ എല്ലാം നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സീലിങ്ങും വളരെ ഭംഗിയിലാണ് നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തെല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു വീടിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോഴും നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബെഡ്റൂമിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടാണ് നമുക്ക് ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള അലമാര നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് പെയിന്റിന് പകരം നമുക്ക് ടൈൽസിൻ്റെ ഒരു ചുവരാണ് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എല്ലാം നമുക്ക് ബ്രാൻഡഡ് മെറ്റീരിയൽസിൻ്റെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ ആയിട്ട് വരുന്നു. നമുക്ക് ഈ ഒരു താഴ്ഭാഗത്തേക്ക് വരുമ്പോഴുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല 10-12 വലിയ റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു 3 ഡോറിൻ്റെ അലമാര, വുഡിൽ തീർത്തിട്ടുള്ള അലമാര നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. അതുപോലെ തന്നെ മുകൾ ഭാഗത്തൊക്കെ എല്ലാം റൗണ്ട് രീതിയിലുള്ള നല്ലൊരു ഡിസൈനും കാര്യങ്ങളുള്ള സീലിംഗാണ് നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്ലോറിൽ 6x4 പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള ഒരു ബാത്റൂം തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ജാഗോറിൻ്റെ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഹാളിൽ നിന്ന് കയറുമ്പോൾ ഒരു ഓപ്പൺ കിച്ചണാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് വുഡ് എല്ലാം തേക്കിൻ്റെ വുഡാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം ഈ ഒരു താഴ്ഭാഗത്തായാലും അതുപോലെ തന്നെ മുകൾ ഭാഗത്തായാലും വരുന്നുണ്ട്. ഈ ഒരു താഴ്ഭാഗത്തൊക്കെ എല്ലാം നല്ല സ്റ്റോറേജ് സ്പേസ് എല്ലാം ഉയരത്തിലാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാഷ് സ്പേസ് വരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നു. മുകൾ ഭാഗത്ത് ഒത്തിരി സ്റ്റോറേജ് ഏരിയ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഫേബറിൻ്റെ ഇലക്ട്രിക് ചിമ്മിനി നമുക്ക് ഈ ഒരു കിച്ചൺ സൈഡിൽ വരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരു ഓപ്പൺ കിച്ചൺ ആണെങ്കിൽ കൂടി നമുക്കിത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലോസ്ഡ് കിച്ചണായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗവും നമുക്ക് നല്ലൊരു ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ട് വളരെ മനോഹരമായിട്ടാണ് നമുക്കിവിടെ വരുന്നത്.
നമ്മുടെ ഈ ഒരു വീടെന്ന് പറയുന്നത് 3 സ്റ്റോർ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഈ ഒരു താഴ്ഭാഗത്തായിട്ട് നമുക്ക് ഒരു ബെഡ്റൂം കൂടി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഹാളും അതുപോലെ തന്നെ ഒരു ബെഡ്റൂം കൂടി നമുക്ക് ഈ ഒരു താഴ്ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഇതാണ് നമുക്ക് താഴ്ഭാഗത്തെ സ്പേസ്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് താഴെ അണ്ടർഗ്രൗണ്ടിലായിട്ട് ഒരു ബെഡ്റൂം കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. ഇവിടെ നമുക്ക് പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു തടിയിൽ തീർത്തിട്ടുള്ള ഒരു അലമാര കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ റൂമിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം ലഭിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. നമുക്ക് ഈ ഒരു വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ള നല്ലൊരു ഹാള് തന്നെ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 6x4 പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് മുകൾ ഭാഗത്ത് നമുക്കൊരു TV യൂണിറ്റ് കൂടി നമുക്കിവിടെ വരുന്നു. ഇവിടെയും നമുക്ക് ഫുള്ളും തേക്കിൻ്റെ വുഡിലാണ് ഇവിടെ മെറ്റീരിയൽസ് എല്ലാം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ 2 ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് അതിവിശാലമായിട്ടുള്ള നല്ലൊരു ഏരിയ തന്നെ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നോക്കി 13-12 വലിയൊരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാത്റൂം ആയാലും അതിവിശാലമായിട്ടുള്ള നല്ലൊരു ഏരിയ തന്നെ നമുക്ക് വരുന്നു. ഇവിടെ നമുക്ക് 6x4 പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാം നല്ല ഡിസൈനിലുള്ള നമുക്ക് ഒരു കോമ്പിനേഷനാണ് നമുക്കിവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും തേക്കിൻ്റെ ഉള്ളിൽ തീർത്തിട്ടുള്ള അലമാരയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. ഇവിടെ എല്ലാം ജാഗോറിൻ്റെ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിങ് ഏരിയ കൂടി നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു സ്പേസ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. രണ്ടാമത്തെ ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. അതിവിശാലമായിട്ടുള്ള നല്ലൊരു ഏരിയ തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂം ഭാഗത്ത് ലഭിക്കുന്നു. നമുക്കിവിടെ നമുക്ക് 6x4 വെർട്ടിഫൈഡ് ക്വാളിറ്റി ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചുമർ ഭാഗത്തൊക്കെ എല്ലാം നല്ലൊരു ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ വരുന്നത്. നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഹോൾസെയിലിലേക്കെല്ലാം വളരെ നല്ലൊരു ഡിസൈനിലാണ് ഇവിടെ ചെയ്ത്
വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് നമുക്കൊരു 3 ഡോർ ബോട്ടിൽ തരത്തിലുള്ള അലമാര നമുക്ക് വരുന്നു. അതുപോലെ തന്നെ തുണി കാര്യങ്ങളൊക്കെ വെച്ചിരിക്കാൻ കഴിയുന്ന നല്ലൊരു സ്റ്റോറേജ് ഏരിയ കൂടി നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാത്റൂം സ്പേസിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വലിയ ഒരു സ്പേസ് തന്നെ നമുക്ക് വരുന്നു. അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ ആയാലും നമുക്ക് അതിവിശാലമായിട്ടുള്ള നല്ലൊരു സ്പേസ് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം. ഒരു ബാത്റൂം സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ എല്ലാം നമുക്ക് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. നമുക്ക് ഫ്ലോറൊക്കെ എല്ലാം പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഫ്ലോറിലായാലും അതുപോലെ തന്നെ ഇവിടെ ബാത്റൂം മെറ്റീരിയൽസിലായാലും. നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ബാൽക്കണി സ്പേസ് ആണ് കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നല്ല വ്യൂ കാര്യങ്ങളൊക്കെ എല്ലാം ലഭിക്കുന്നുണ്ട്. നമുക്ക് റോഡ് സൈഡൊക്കെ എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് വണ്ടി കാര്യങ്ങളൊക്കെ പോകുന്നതെല്ലാം നമുക്ക് മെയിൻ റോഡിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഗ്രീൻഫീൽഡിൽ നിന്ന് തൊട്ടടുത്തായിട്ടുള്ള നമ്മുടെ ഈ ഒരു വീട് വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ ഒരു വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും വേഗം തന്നെ താഴെ സ്ക്രീനിൽ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടാതെ നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക.